ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. നാം കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത്, അരാം രാജാവിൻ്റെ വലിയൊരു സൈന്യം വന്ന് ഒരു ദൈവപുരുഷനും അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരനും എതിരായിട്ട് ആ പട്ടണം മുഴുവൻ പാളയം ഇറങ്ങിയിരിക്കുന്നു. അതാണ് നാം രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത്. 14-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കാം. അരാം രാജാവ്, അവൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അരാം രാജാവ് അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യും എന്ന് പറഞ്ഞു. രാത്രിയിൽ എലീശ പ്രവാചകനും ശിഷ്യനും ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ വലിയൊരു കൂട്ടം സൈന്യം വന്ന് പട്ടണം വളഞ്ഞിരിക്കുകയാണ്. അതൊന്നും പ്രവാചകൻ്റെ ഉറക്കത്തെ കെടുത്തിയില്ല. എത്ര സൈന്യം വന്നാലും ചുറ്റുപാടും ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും വാസ്തവമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ശാന്തമായി കിടന്നുറങ്ങും. നമ്മെ നിർഭയം വസിക്കുമാറാക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവമക്കളുടെ ബലം അതാണ്. ദൈവമക്കളുടെ കരുത്ത് അവരുടെ ആരോഗ്യത്തിലല്ല. ദൈവമക്കളുടെ ബലം അവരുടെ ശക്തിയിലല്ല, അവരുടെ സമ്പത്തിലല്ല, അവരുടെ ആരോഗ്യത്തിലല്ല, അവരുടെ ബന്ധുജനത്തിലല്ല, ഒന്നിലുമല്ല. ദൈവജനത്തിൻ്റെ ശക്തി എവിടെയാണ്? ബലം എവിടെയാണ്? യഹോവയിൽ, ജീവനുള്ള ദൈവത്തിൽ. നീയല്ലോ യഹോവയെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ചുറ്റും വലിയൊരു കൂട്ടം സൈന്യം പട്ടണം നിറയെ പാളയം ഇറങ്ങി കിടക്കുമ്പോൾ എലീശ പ്രവാചകൻ കിടന്ന് സുന്ദരമായിട്ട് നല്ല സന്തോഷമായി കിടന്ന് ഉറങ്ങുന്നു. പ്രവാചകൻ്റെ ശിഷ്യൻ അതിരാവിലെ എഴുന്നേറ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങി. അദ്ദേഹം കണ്ണൊക്കെ തിരുമ്മിക്കൊണ്ട് ഉറക്കച്ചടവോടുകൂടി നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവിടെ മുഴുവൻ, ആ മല മുഴുവൻ, ആ പട്ടണം മുഴുവൻ അരാം രാജാവിൻ്റെ സൈന്യം വന്ന് നിരന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ ശിഷ്യൻ അകത്ത് കയറി പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകനെ, എന്താ പറഞ്ഞത്? ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. ബാല്യക്കാരൻ അയ്യോ എന്ന ഒരു വാക്ക് ഉപയോഗിച്ചു അല്ലേ? അവൻ ഇച്ചിരി പേടി വന്നു. കർത്താവിന് സ്തോത്രം. അത്രയും നാൾ പ്രവാചകൻ്റെ കൂടെ കഴിഞ്ഞെങ്കിലും അവൻ്റെ പേടി മാറിയില്ല. അവനൊരു ചെറിയ പേടി. സ്തോത്രം, സ്വാഭാവികമാണ്, പോകട്ടെ. പക്ഷെ പ്രവാചകൻ എന്താ പറഞ്ഞത്? അതിന് പ്രവാചകൻ എലീശ പറയുകയാണ്, പേടിക്കേണ്ട, അവൻ്റെ പേടി പോലും മാറ്റിക്കൊടുക്കുക, പേടിക്കേണ്ടെന്നേ. പ്രവാചകൻ പേടിച്ചില്ലെന്ന് മാത്രമല്ല, ബാല്യക്കാരൻ്റെ പേടി മാറ്റാൻ നോക്കുകയാണ്. അങ്ങനെയാണ് ദൈവമക്കൾ. ദൈവമക്കളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ അവർ പേടിക്കില്ലെന്ന് മാത്രമല്ല, അതേ വിഷയത്തിൽ വലയെന്ന് മറ്റുള്ളവരുടെ പേടി മാറ്റിക്കൊടുക്കും. അതാണ് ദൈവവേല. ഒരുപക്ഷെ ഒരു ദൈവവേലൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടാകും. ആ രോഗത്തെ ഓർത്ത് അവർ നിരാശപ്പെടുകയല്ല, ഭാരപ്പെടുകയല്ല. അവർ ദൈവം അറിയാതെ ഒന്നും വരികയില്ല. ഓൾ തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കെന്ന് ചിന്തിച്ച് അവർ കർത്താവിൽ ബലപ്പെട്ടിട്ട് അതേ രോഗമോ അതിൽ കൂടുതലോ രോഗമുള്ളവരെ ആശ്വസിപ്പിക്കും. അതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ശക്തമായ വേല. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നാം വാടി തളർന്ന് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കി, എൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലുത്, എന്നെപ്പോലെ പ്രശ്നമുള്ള ആരുമില്ല, ഞാനാണ് വിഷമിച്ച് നടക്കുന്നതെന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നടക്കുകയല്ല. അതല്ല ശരിയായ ഭക്തി. ജീവനുള്ള ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് വിഷമിക്കുന്ന മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുക്കുന്നവരായി നാം തീരണം. സ്തോത്രം. എളിയവരെ ആശ്വസിപ്പിക്കണം, തകർന്നവരെ മുറികെട്ടണം, ഹൃദയം തകർന്നവരെ മുറികെട്ടണം. കർത്താവിന് സ്തോത്രം. കരയുന്നവരോട് കരയേണ്ട എന്ന് പറയണം, നിരാശപ്പെട്ടിരിക്കുന്നവരോട് നിരാശപ്പെടേണ്ടെന്ന് പറയണം. ആത്മഹത്യ ചെയ്യാൻ പോകുന്നവരെ തടഞ്ഞു നിർത്തിയിട്ട് പറയണം, നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട, നിങ്ങൾ മരിക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ 2000 വർഷം മുമ്പ് മരിച്ച യേശു ഉണ്ട്, ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവരോട് ശക്തമായി പറയണം. ജീവിതാനുഭവത്തിലൂടെ നാം എന്തെല്ലാം ശക്തമായി ഒച്ചകൂട്ടി പറഞ്ഞാലും ജീവിതത്തിൽ അനുഭവം ഇല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയുമില്ല. കർത്താവിന് സ്തോത്രം. ഇവിടെ പ്രവാചകൻ്റെ ഉള്ളിൽ പേടിയില്ല. എന്തു വന്നാലും നിത്യനായ ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെയുണ്ടല്ലോ എന്നുള്ള ഉറപ്പും നിർണയവും പ്രവാചകനുണ്ടായിരുന്നതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, പേടിക്കേണ്ടെന്നേ. വളരെ സിമ്പിളായിട്ട്. അവിടെ വലിയൊരു സൈന്യമാണ്, പക്ഷേ പ്രവാചകൻ അത് സിമ്പിളായി തോന്നുന്നു. ദൈവമക്കൾക്ക് അങ്ങനെയാണ്. പുറമേ നോക്കുന്ന മനുഷ്യർക്ക് വലിയ പ്രശ്നം പോലെ തോന്നും.
പക്ഷേ യഥാർത്ഥമായി വാസ്തവമായി ദൈവത്തെ ആരാധിക്കുന്നവരുടെ ഉള്ളിൽ അത് വലിയ വിഷയമായി തോന്നുകയില്ല. കാരണം ആ വിഷയത്തെക്കാൾ വലിയവനാണ് ദൈവം. ആ വിഷയത്തെ ഓവർകം ചെയ്യുവാൻ, ആ വിഷയത്തിന് പരിഹാരം കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പ് നമുക്ക് വരാം. ഇവിടെ എന്താണ് സംഭവിച്ചത്? പിന്നെ ഏലീശ പ്രാർത്ഥിച്ചു. ഏലീശ പ്രാർത്ഥിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മൾ വിചാരിക്കും ഏലീശ പ്രാർത്ഥിച്ചത് ഈ സൈന്യം മുഴുവൻ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന്. അല്ല, ഏലീശ പ്രാർത്ഥിച്ചത് ഈ ബാല്യക്കാരന് വേണ്ടിയിട്ടാണ്. കൂടെയുള്ളവരെ ഉറപ്പിക്കാൻ വേണ്ടി ഉത്സാഹിക്കുന്ന പ്രവാചകൻ്റെ ആ പരിശ്രമം അത് നല്ലതാണ്. ക്രിസ്തീയ വേലക്കാരും ക്രിസ്തീയ ഗോളത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരുമായി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടെയുള്ളവരെ ഉറപ്പിക്കണം, കൂടെയുള്ളവരെ ശക്തീകരിക്കണം, കൂടെയുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കണം. ഞാൻ എല്ലാ ശുശ്രൂഷയെയും, ഞാൻ വളരും, ഞാൻ ഉയരും, അങ്ങനെയുള്ള സ്വാർത്ഥതയല്ല പ്രിയരെ. അനേകരെ വളർത്തിക്കൊണ്ടുവരണം. അനേകം പ്രസംഗം പറയുന്നവരെ, സാക്ഷ്യം പറയുന്നവരെ, വർഷിപ്പ് ചെയ്യുന്നവരെ, വിവിധ ശുശ്രൂഷകളിൽ വ്യാപൃതരാക്കുവാൻ അനേകരെ വളർത്തിക്കൊണ്ടുവരണം. കൃപയാൽ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു എളിയ കാഴ്ചപ്പാടാണ് അനേകം ശുശ്രൂഷക്കാരെ വളർത്തുക, അനേകം ശുശ്രൂഷക്കാരെ ഉയർത്തിക്കൊണ്ടുവരിക, അനേകം ശുശ്രൂഷക്കാരെ കൈപിടിച്ചുയർത്തുക. സ്തോത്രം. അത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ വചനം പറയാൻ എത്രയോ പേരുണ്ട്, ലഘുപ്രസംഗങ്ങൾ പറയാൻ എത്രയോ ആളുകളുണ്ട്, സാക്ഷ്യങ്ങൾ പറയാൻ എത്രയോ പേര്, വർഷിപ്പ് ചെയ്യാൻ എത്രയോ ടീമുകൾ. സ്തോത്രം. ഞങ്ങളുടെ മീഡിയ മിനിസ്ട്രിയിൽ തന്നെ ശുശ്രൂഷ ചെയ്യാൻ പലരും. സ്തോത്രം. അങ്ങനെ എല്ലാ ശുശ്രൂഷകൾക്കും അനേകരെ കൊച്ചു കൂട്ടമായി ഞങ്ങളിൽ തന്നെ കൃപയാൽ കർത്താവ് അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. പോകട്ടെ പ്രിയരെ. ഈ ഏലീശ പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിച്ചത്? ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. കൂടെ ഇത്രയും കാലം നടന്നിട്ടും വേണ്ടതുപോലെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കാത്ത അനുഭവം അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മളുടെ പോലെ ഒരേപോലെ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കിട്ടണമെന്നില്ല. പക്ഷെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. പക്ഷേ കൂടെ നടക്കുന്നവരൊരു കാര്യം ചിന്തിച്ചോളണം. നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനമുണ്ടെങ്കിൽ അതിനോട് ചേരുവാനും അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനും അതിൽ ആനന്ദിക്കാനും അതിൽ സന്തോഷിക്കാനുമുള്ളൊരു മനസ്സ് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ പതുക്കെ ആത്മീയ അപകടം വരാം. കാരണം വല്ല കയ്പുള്ള വേരും മുളയ്ക്കാൻ സാധ്യതയുണ്ട്. ഇതിനോട് ചേർന്നില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വിഘടിക്കും. ഇത് സ്വാഭാവികമായും നടക്കുന്ന കാര്യമാണ്, അനേക സ്ഥലങ്ങളിൽ കണ്ടുവരുന്നതാണ്. ഇവിടെ ബാല്യക്കാരൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ഓ സ്തോത്രം. അരാം സൈന്യത്തിൻ്റെ ശക്തമായ സൈന്യം അവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇതാ വലിയൊരു കൂട്ടം അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് കണ്ടു. സ്തോത്രം. പിന്നീട് ഏലീശയും ആ ശിഷ്യനും കൂടി പുറത്തേക്ക് ഇറങ്ങി. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ഏലീശ യഹോവയോട് പ്രാർത്ഥിച്ചു. ഏതാ? അരാം രാജാവിൻ്റെ സൈന്യം ഏലീശയെയും കൂട്ടരെയും പിടിക്കുവാനായി അടുത്തു വന്നപ്പോൾ ഏലീശ പിന്നെ പ്രാർത്ഥിക്കുകയാണ്, ഈ ജാതിയെ അന്ധത പിടിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ഏലീശയുടെ അപേക്ഷ പ്രകാരം ദൈവം അവരെ അന്ധത പിടിപ്പിച്ചു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ചില പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഭയപ്പെടാതിരിക്കുക. വലിയ കടബാധ്യതയുണ്ടോ പ്രിയ സഹോദര? നീ പേടിക്കണ്ട, ദൈവത്തെങ്കിലേക്ക് നോക്കുക. മകനെ, നിന്റെ ശരീരത്തിൽ അനേക രോഗങ്ങളുണ്ടോ? നീ രോഗത്തിലേക്ക് നോക്കി ഭയപ്പെടരുത്. രോഗസൗഖ്യം തരാൻ കഴിവുള്ള കർത്താവിലേക്ക് നോക്കണം. കടമുള്ളവരെ സർവ്വസമ്പന്നനായ യേശുവിലേക്ക് നോക്കണം. കടത്തിലേക്ക് നോക്കിയിരിക്കരുത്. വീണ്ടും എഴുതും, കടം ഒന്ന് എഴുതും, പിന്നെ എഴുതും, കൂട്ടും കുറയ്ക്കും. ഇതെങ്ങനെ തീരുമെന്നോർത്ത് നെടുവേർപ്പെടും. അതല്ല വേണ്ടത്. സഹായം വരുന്ന പർവ്വതമായ ക്രിസ്തുവിലേക്ക് നോക്കണം. സ്തോത്രം. കർത്താവിന് സ്തോത്രം. ഏത് പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടരുത്, ദൈവത്തെങ്കിലേക്ക് നോക്കണം. എന്താണ് സംഭവിച്ചത്? കർത്താവിന് സ്തോത്രം. 19-ാമത്തെ വാക്യം. ഏലീശ അവരോട്, ഇതല്ല വഴി, പട്ടണം ഇതല്ല, എൻ്റെ പിന്നാലെ വരുവീൻ, നിങ്ങൾ അന്വേഷിക്കുന്ന ആളുടെ അടുക്കൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അവൻ അവരെ ശമരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്തോത്രം. വളരെ രസകരമായാണ് അത് വായിക്കുമ്പോൾ. 20-ാം വാക്യം. ശമരിയിലെത്തിയപ്പോൾ ഏലീശ, യഹോവയെ കാണത്തക്കവണ്ണം ഇവരുടെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ അവരുടെ കണ്ണ് തുറന്നു. അവർ നോക്കിയപ്പോൾ തങ്ങൾ ശമര്യരുടെ നടുവിൽ നിൽക്കുന്നത് കണ്ടു. ആ പ്രവാചകനെ പിടിക്കാൻ വന്ന അരാമ്യ സൈന്യത്തിന് പറ്റിയ വലിയൊരു
മണ്ടത്തരം. അവർ പ്രവാചകനെ പിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് പ്രിയരെ, പ്രവാചകന്മാരെ പിടിക്കാൻ, സത്യത്തിൻ്റെ ആത്മാവിൽ നടക്കുന്ന പ്രവാചകന്മാരെ പിടിക്കാൻ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾക്ക് വലിയ അബദ്ധം വരും, നിങ്ങൾക്ക് വലിയ വീഴ്ച വരും, നിങ്ങൾക്ക് വലിയ അപകടം വരും. ഇവിടെ എന്താണ് അപകടം? ഇസ്രായേൽ സൈന്യത്തിന് മുമ്പിൽ മുഴുവൻ വന്ന് ആ സൈന്യം നിൽക്കുകയാണ്. ഉടനെ ഇവരെ വെട്ടിക്കളയട്ടെ എന്ന് ഇസ്രായേൽ രാജാവ് ചോദിച്ചു. പക്ഷേ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യണ്ട, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യാൻ പറഞ്ഞ് എലീശ രാജാവിനോട് പറഞ്ഞു, വലിയൊരു വിരുന്നൊരുക്കി അവർക്ക് വിരുന്ന് കൊടുത്തു വിടാൻ പറയുകയും അവർ വിരുന്ന് കഴിച്ചു. കർത്താവിന് സ്തോത്രം. പിന്നെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? അങ്ങനെ അവൻ അവർക്ക് വലിയൊരു വിരുന്നൊരുക്കി. അവർ തിന്നു കുടിച്ച ശേഷം അവൻ അവരെ വിട്ടയച്ചു. അവർ തങ്ങളുടെ യജമാൻ്റെ അടുക്കൽ പോയി. അരാമ്യ പടക്കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് പിന്നെ വന്നില്ല. ഒരു പ്രവാചകൻ ഒരു ദേശത്തുള്ളതിൻ്റെ വില കണ്ടോ? സ്തോത്രം. രാജാവുള്ളതുകൊണ്ടല്ല, സൈന്യമുള്ളതുകൊണ്ടല്ല അരാമ്യ പടക്കൂട്ടം ഇങ്ങോട്ട് വരാത്തത്. ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ളൊരു വ്രതൻ്റെ വില അതാണ്. ഒരു ദേശത്തിന്, ഒരു രാജ്യത്തിന് പോലും അനുഗ്രഹമാണ് ആത്മാവിൻ്റെ നിറവുള്ള ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ, ഒരു അപ്പോസ്തലൻ, ഒരു സുവിശേഷകൻ. അതുകൊണ്ട് ഞാൻ എളിമയോടെ നിങ്ങളോട് പറയട്ടെ, പാവപ്പെട്ട ദൈവത്തിൻ്റെ വേലക്കാർ നിങ്ങൾ ഉപദ്രവിക്കല്ലേ, അവർക്കെതിരായി നിൽക്കല്ലേ, അവരെ അപമാനിക്കല്ലേ, അവരെ വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചു കീറല്ലേ, അവരെ അപകീർത്തിപ്പെടുത്തല്ലേ. എല്ലാം ദോഷമാണ്, എല്ലാം തിന്മയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പാഠം, എന്താണ് ആ പാഠം? വലിയൊരു കൂട്ടം സൈന്യം വന്നു, അസാധ്യമായിരുന്ന കാര്യം ദൈവം വളരെ മനോഹരമായി പ്രവാചകനിലൂടെ നിർവഹിച്ചു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ തിരമാല പോലെ തെരുത്തുയർന്നു വരുന്ന വലിയ പ്രശ്നങ്ങൾ കർത്താവ് ശാന്തമാക്കും, കർത്താവ് സഹായിക്കും, കർത്താവ് അനുഗ്രഹിക്കും. ഒരു ട്രാജഡിയല്ല, ഒരു കോമഡി, ഒരു സന്തോഷ പര്യവസായിയായി നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാനിടയാകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗമുള്ളവരുടെ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, കടബാധ്യതകൾ തീർന്നു പോകട്ടെ, പ്രതിസന്ധികൾ മാറട്ടെ, ആത്മാവിൽ ക്ഷീണിച്ചവർ ബലപ്പെടട്ടെ, ആത്മാവിൽ പിന്മാറിപ്പോയവർ അവർ മുന്നോട്ട് വരട്ടെ, അനേകർ രക്ഷിക്കപ്പെടാനിടയാകട്ടെ, അനേകർ നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരാനിടയാകട്ടെ. എല്ലാ ആത്മീയ ഭൗതിക നന്മകളാൽ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.